അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച വരെയും 14-ാം അധ്യായം വേഗത്തിൽ നാം ആ സെഷൻ അവസാനിപ്പിക്കാനിടയായി. എന്നാൽ 15-ാം അധ്യായവും ഈ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു വീക്കും കൂടെ ഒരു സൺഡേയും കൂടി അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനം ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു അധ്യായം കൂടെയാണ്. We would like to turn our attention to Acts chapter 15, and this chapter shows the work of the Holy Spirit. ഈ ബുക്ക് തന്നെ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. And we see this book itself, the book of Acts itself, it manifests the work of the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം മുതൽ ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം 2-ാം അധ്യായത്തിൽ വളരെ ശക്തമായി പ്രവാഹിക്കുകയും അത് യെരുശലേമിൽ യഹൂദന്മാരുടെ ഇടയിൽ ശക്തമായി വ്യാപരിക്കുകയും അതിനുശേഷം ജാതികളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയും ചെയ്യുന്നത് നാം കഴിഞ്ഞ അധ്യായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. We see the work of Holy Spirit right from Acts chapter 1 verses 8, and we see that this work of the Holy Spirit is seen in Jerusalem and Judea, and it passes on to the nations around it. കർത്താവ് തൻ്റെ മിഷൻസിനായി പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. We see that God himself is strengthening these people of God to do the mission of God. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ചെയ്തെടുപ്പാൻ, തൻ്റെ മിഷൻ ചെയ്തെടുപ്പാൻ തൻ്റെ ജനത്തെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് നമുക്കവിടെ കാണുവാനായി കഴിയും. We also see that the power of the Holy Spirit insists this people to do the work of the Holy Spirit. പരിശുദ്ധാത്മാവ് മിഷണറീസിനെ ഗൈഡ് ചെയ്യുന്നത് നമുക്കവിടെ കാണുവാനായി കഴിയും. We also see that how the Holy Spirit guides these people to do the missionary work. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തങ്ങളുടെ പ്രസംഗത്തിലൂടെയും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുകയും അതാത് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയെ സ്ഥാപിപ്പാൻ ഇടയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നു. We see how churches are established by the work of the Holy Spirit, and they see signs and wonders happening through their messages, and because of that churches are being established in different places. പരിശുദ്ധാത്മാവ് ആ തുടങ്ങിയ സഭകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായി കഴിയും. We also see that how the Holy Spirit begins these churches. These churches are also established in these places. പരിശുദ്ധാത്മാവ് കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ മിഷണറീസിനെയും അവരുടെ പ്രവർത്തനങ്ങളെയും അതിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുക. We see how the Holy Spirit works for the people who are in trials and tribulations during this ministry, and how God delivers them from the situation. ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞ് വിലക്കി മാറ്റി നിർത്തുന്നത് നമുക്ക് കാണുവാനായി കഴിയും. We also see certain areas where the Holy Spirit tells them not to or forbids them from going to certain places. അങ്ങനെയുള്ള ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ശക്തമായി വ്യാപരിക്കുന്നത് നാം കാണുകയാണ്. And this work of the Holy Spirit, we see it is also being distributed, or it also moves to the people or to the Gentiles. 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ പൗളും ബർന്നബാസും കൂടെ ആരംഭിച്ച അവരുടെ ഫസ്റ്റ് മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നതായി ഈ ചാപ്റ്ററിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. In chapter 15 we see the conclusion of the journey of Paul and Barnabas as they started their journey for this ministry, the first ministry journey. It is coming to a conclusion in this chapter. അന്ത്യോക്യയിൽ വെച്ച് തന്റെ ദാസന്മാർ പ്രാർത്ഥിച്ച് ആരംഭിച്ച് അയച്ച ആ മിഷണറി പ്രവർത്തനത്തിന്റെ ആദ്യത്തെ മിഷണറി പ്രവർത്തനം ഇവിടെ ഈ അധ്യായത്തിൽ അവസാനിപ്പിക്കുകയാണ്. And we see that this is the first missionary work that began in Antioch, and we see the conclusion of this missionary work in this chapter. വചനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാനായി കഴിയുന്നു. അവർ കടന്നുപോയ ഇടങ്ങളിലെല്ലാം ദൈവസഭ ആരംഭിച്ചു. പല സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് സഭകളെ സ്ഥാപിക്കുകയും ആ സഭകളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാനിടയായി. And we see a verse that says that as they scattered around the places and as they journeyed around to different places, they established the churches there, and they also made sure that they taught the teachings of Christ in those places. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഹോദരന്മാർ തിരിച്ച് അന്ത്യോക്യയിൽ യെരുശലേമിലേക്ക് ചെല്ലുന്നതായി നമുക്ക് കാണുന്നു. In this chapter we see that these brothers, they go back from Antioch to Jerusalem. യെരുശലേമിൽ
യെരുശലേമിൽ ചെന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്ന യെരുശലേം കൗൺസിൽ എന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയും. We see that they go to the Jerusalem Council. പോൾ സ്ഥാപിച്ച ദൈവസഭകളിൽ ഉപദേശ പിശകുകൾ ഉണ്ടായി എന്ന് അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായപ്പോൾ താൻ അവിടെ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുവാനായിട്ടിടയായി തീരുകയാണ്. And when Paul comes to know that there are doctrinal conflicts that is happening in the churches that are established, he comes there and he wants to confront these issues. യെരുശലേമിൽ നിന്ന് ചില പരിച്ഛേദനക്കാർ ഈ സഭകളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ ഇടയിൽ ഒരു ഉപദേശ പിശക് ഉണ്ടാക്കിക്കൊണ്ട് ആ സഭകളെ അവർ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. We see that certain people of circumcision, they come to the churches in Jerusalem and they are creating a conflict among the people. പൗലോസ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ ശാസിക്കുകയും അവരോടത് നിർത്തുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങൾ നമുക്കിവിടെ കാണുവാനായി We കഴിയും. see when Paul comes to know about this, he confronts these people and he shuns them to stop these kind of behavior. അതിന്റെ ഫലമായി അപ്പോസ്തലന്മാരെയും പരീശന്മാരെയും ലീഡേഴ്സിനെയും മൂപ്പന്മാരെയും എല്ലാം കൂട്ടിച്ചേർത്ത് യെരുശലേമിൽ ഒരു കൗൺസിൽ അവിടെ ആരംഭിപ്പാനായിട്ടിടയായി. And in order to do this, he gathered certain believers and elders and many people among them, and he made sure that he makes a council there to explain these matters. യെരുശലേമിലെ മൂപ്പനായിരുന്ന യാക്കോബ് ഈ കൗൺസിൽ വിളിച്ചു കൂട്ടുവാനിടയായി. And here we see that it is James who is the leader of this council. He is the one who brings this people together. പത്രോസും പൗലോസും ബർന്നബാസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. Peter, Paul and Barnabas, all of them were there in this council. അപ്പോൾ തന്നെ പരിച്ഛേദനക്കാരുടെ സ്വാധീനവും വളരെ ശക്തമായിരുന്നു. And here we also understand that the influence of these men of circumcision was also very prominent with these people. ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവർ സ്ഥാപിച്ച സഭകൾക്കകത്തേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരുവാനിടയായി. Now we understand that within a short span of time there is doctrinal conflicts that happens in these churches that are established. ഈ പരിച്ഛേദനക്കാർ കാരണം ഒരു ചെറിയ സമയത്തേക്ക് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടെ ഇവരുടെ ചില ചിന്തകളെ സ്വാധീനിക്കുവാൻ പോലും ഇടയായി തീർന്നിട്ടുണ്ട്. And now we also understand that because of this people of circumcision, because of their teachings and because of their conflicts, even Paul and Barnabas, they themselves get into a conflict and they also have some issues. എന്നാൽ യെരുശലേം കൗൺസിലിൽ പോളും പീറ്ററും ബർന്നബാസും വളരെ ശക്തിയോടെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വേദശാസ്ത്ര വിഷയത്തെ ആസ്പദമാക്കി അവർ സാക്ഷിയായി നിന്ന് അവിടെ പ്രസ്താവിപ്പാനായിട്ട്. But then we see that Peter, Paul and Barnabas, they stand strong for Christ and they speak about justification through faith to this people. ആ മീറ്റിംഗ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു. And in that meeting we see that the Holy Spirit worked with great strength. കാരണം യാക്കോബ് യെരുശലേം സഭയുടെ മൂപ്പനായി ആ മീറ്റിംഗിന്റെ ചെയർ ആയിരുന്നു കൊണ്ട് താൻ ആ മീറ്റിംഗ് ലീഡ് ചെയ്ത് അതിന്റെ അവസാനം താൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ 15-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. അതിന്റെ 28-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആമേൻ ആമേൻ ഇങ്ങനെ എന്ന പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ഒരുപോലെ തോന്നുവാനിടയായി എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. And we understand this because the elder himself, that is James, when he concludes, we see in verses 28 that he says that for it seemed good to the Holy Spirit and to us. ഈ മീറ്റിംഗിന്റെ അവസാനം താൻ ഒരു വിധി പ്രസ്താവിക്കുകയാണ്. And after this we see that there is a judgment that he passes. 4 കാര്യങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കണം. And he says that you have to abstain yourselves from 4 different things. ആ 4 കാര്യങ്ങൾ 28-ാം വാക്യത്തിൽ താൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. And that we see in verses 28. ആ വാക്യം ഒന്ന് വായിക്കുമോ? Verse 28. For it seemed good to Holy Spirit and to us to lay upon you no greater burden than these necessary things, that you abstain from things offered to idols, from things strangled, and from sexual immorality. For if you keep yourself from these, you will do well. ആമേൻ. 4 കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽപ്പാൻ ആവശ്യമായിരിക്കും. And now there are 4 things that you have to abstain yourselves. ജാതികളുടെ മേൽ മറ്റൊന്നും അടിച്ചേൽപ്പിക്കാതെ ഈ പരിച്ഛേദനക്കാരുടെ നടുവിൽ നിന്നുകൊണ്ട് യാക്കോബ് പറഞ്ഞു നിർത്തുകയാണ്
ഈ 4 കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. And now James does not want to give more of conditions or restrictions to them, but he tells them that they have to do these 4 things. അത് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ഒരുപോലെ ബോധ്യപ്പെട്ടിരിക്കുന്നു. And because he says that it seemed good for both the Holy Spirit and to us. എന്തായിരുന്നു ഈ 4 കൂട്ടം കാര്യങ്ങൾ? What are these 4 different things? ആമേൻ. അത് മാത്രമേ അവരെ വിലക്കാവൂ എന്ന് ആമേൻ ശക്തമായി അവർ പറയുമ്പോൾ, And now when they say that they should abstain themselves only from these 4 things. ഒന്ന്, രക്തം ചേർന്നത് ഒന്നും ഭക്ഷിക്കരുത്. First is that they should not eat anything that has blood in it. 2, ശ്വാസം മുട്ടിക്കൊന്നതിനെ ഭക്ഷിക്കരുത്. Next is that you should not eat anything that is strangled to death. 3, പരസംഗം അരുത്. Next is that you should not get into sexual immorality. 4, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്. Next is that you should not eat anything that was പുതിയ offered to നിയമസഭയ്ക്ക് idols. ദൈവം ആമേൻ തന്റെ ദാസന്മാരിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഉറപ്പിച്ചു നൽകിയിരിക്കുന്ന 4 തരം കൂട്ടത്തെ നമുക്കിവിടെ കാണുവാനായി And കഴിയുന്നു. here we see that to the New Testament believers, these are the 4 things that the Holy Spirit ascertains that we should not do. ഇത് ദൈവസഭയ്ക്ക് ബാധകമാണ്. And this is also applicable to the church of God. ദൈവസഭ എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിലൂടെ വെളിപ്പെടുത്തിയതും ആമേൻ അത് വിളിച്ചു പറഞ്ഞതുമായ 4 സംഗതികൾ. And now these are the 4 things that the church of God should know and should abstain ourselves from. ദൈവസഭയെ കലക്കി കളഞ്ഞ 4 സംഭവങ്ങൾ. And these are the 4 things that took the church away from Christ. അതിന് ദൈവത്തിന്റെ ദാസന്മാർ ശക്തമായ മറുപടി കൊടുക്കുന്നു. ഇത് പാടില്ല. ദൈവസഭയ്ക്ക് ഇതിൽ നിന്ന് മാറിയിരുന്നേ പറ്റുകയുള്ളൂ. And because of that, the servants of God, they say that you should abstain yourselves from this and you should not be a part of it. ഈ 4 വിഷയങ്ങളെ പൂർണ്ണമായി പഠിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുകയാണ്. And since we do not have time to explain these 4 things in detail, I would like to conclude it there. താഴെ വാക്യങ്ങൾ ഇങ്ങനെയാ വായിക്കുന്നത്. ഈ കേട്ട വചനം, ഈ ലേഖനം അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ജാതികളായിട്ടുള്ളവർ എല്ലാവരും വളരെ സന്തോഷത്താൽ ആശ്വാസത്താൽ അവർ നിറഞ്ഞുവെന്ന് 31 വാക്യത്തിൽ വായിപ്പാനായി And that is കഴിയും. why in verses 31 we see that when they read it, they were overjoyed and they rejoiced with encouragement. ആമേൻ. കാരണം എന്താണ്? What is the reason for it? ആമേൻ. അന്നുവരെയും ദൈവസഭയ്ക്കകത്ത് കലക്കി വെച്ചിരുന്ന ആമേൻ ഈ മായങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് ഹിതമായി എന്നുള്ളത് ഓർത്ത് അവർ ആശ്വാസം പ്രാപിപ്പാനായിട്ട്. And now why they have this rejoicing attitude in them is because they understand what is the filthiness that is there in the church and what they have to abstain themselves from. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. I would like to conclude this with one സഭ statement. ദൈവത്തിൻ്റെതാണ്. Church belongs to the Lord. സഭയുടെ ഉടമസ്ഥൻ ദൈവമാണ്. The Lord himself is the owner of the church. സഭയെ നയിക്കുന്നതും ദൈവമാണ്. The Lord himself leads the church. ദൈവം സഭയെ കാക്കാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. And the Lord has ordained the Holy Spirit to take care of the church. ഓരോ ചലനങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഇന്നും പരിശുദ്ധാത്മാവിനെ സ്വർഗ്ഗത്തിലെ ദൈവം ദൈവസഭയ്ക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. Even today the Holy Spirit is ordained by God himself to know what we do, and it can understand each and every moment of ours. നമ്മുടെ ഒരു സ്തോത്രം പറച്ചിൽ മുതൽ സകലത്തെയും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിപ്പാനും സ്വാധീനിക്കാനും ശ്രദ്ധിക്കാനും പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. And this Holy Spirit can watch over a single praise that we give to the Lord and to everything that we do in the church. ഇതിനെല്ലാം ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. And the Lord himself will bless us for all that we do. ആരാധനയ്ക്ക് വന്നിട്ടും അവനുമായി മടങ്ങി പോകാനല്ല, ദൈവത്തിന് സ്തുതി അർപ്പിച്ചാൽ പോലും അത് പരിശുദ്ധാത്മാവ് കാണുന്നുവെന്ന് ഇന്ന് പകൽ വളരെ വ്യക്തമായി ദൈവജനമേ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Children of God, we have to understand that when we come to the church of God and when we praise and when we don't praise, all of this is seen by the Holy Spirit. Praise the Lord. അതുകൊണ്ട് സഭ ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാകുക. And because of this, the church should be ready to praise the സഭ Lord. സന്തോഷിപ്പാൻ ഇടയായി തീരണം. And because of this, the church of God should rejoice in the Lord. ദൈവസഭ ആശ്വസിപ്പിപ്പാൻ, ആശ്വാസവചനം കേട്ട് ബലപ്പെടുവാൻ ഇടയായി തീരണം. And the church of God should hear the word of encouragement from God and be at peace. Praise the Lord. Amen.
35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച ആ ഭാഗം പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. I would like to read from verses 35 to 40 and ശ്രദ്ധിച്ചു conclude. വായിക്കേണ്ട ചില ഭാഗങ്ങളാണ്. We have to read that with great attention. അതിനു മുമ്പ് വരെയുള്ള ചില ഡോക്ടറൽ ഇഷ്യൂസ്, തിയോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് അവരതിനെ പരിഹരിച്ചു. വേദശാസ്ത്രപരമായി അതിനൊത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ ആ ഭാഗത്തെ കടക്കുന്നില്ല. അവസാനത്തെ ഭാഗത്തേക്ക് വരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സിറിയ, കിലിക്കിയ ദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ച് പോന്നു. Acts chapter 15 verses 36 onwards. Then after some days Paul said to Barnabas, "Let us now go back and visit our brethren in every city where we have preached the word of the Lord, and see how they are doing." Now Barnabas was determined to take with them John called Mark, but Paul insisted that they should not take him with them, the one who had departed from them in Pamphylia and had not gone with them to the work. Then the contention became so sharp that they parted from one another, and so Barnabas took Mark and sailed to Cyprus. But Paul chose Silas and departed, being commended by the brethren to the grace of God. And he went through Syria and Cilicia, strengthening the churches. 34 വാക്യത്തിൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്ത് പലരോടും കൂടെ കർത്താവിൻ്റെ വചനം ഉപദേശിച്ച് സുവിശേഷിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന ഭാഗം കൊണ്ട് ഒന്നാമത്തെ മിഷണറി യാത്ര അവസാനിക്കുകയാണ്. We see the conclusion of the first ministry journey in verses 35, where it says that Paul and Barnabas, they remained in Antioch and they preached and teach the word of God to many people. 35 വാക്യത്തിൽ സെക്കൻഡ് മിഷണറി ജേർണിയെ കുറിച്ച് പൗലോസിന്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം വരികയാണ്. And now we see that about a second missionary journey, Paul gets an urge from God, and that is what we see in വാക്യത്തിൽ verses 36. രണ്ടാമത്തെ മിഷണറി യാത്രയോടുള്ള പല സജഷൻസ് തന്റെ ഹൃദയത്തിലേക്ക് വന്നു. And we see in this verse he gives certain suggestion, or he gets certain suggestion about the second missionary journey. പൗലോസ് തന്നെയാണ് അത് ഇനീഷ്യേറ്റ് എടുത്ത് തുടങ്ങുവാൻ And we ആഗ്രഹിക്കുന്നത്. see that Paul himself takes an initiative for it. രണ്ടാം മിഷണറി യാത്രയ്ക്ക് പോകുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. So the next aim that they have is to go for a second ministry journey. എന്നാൽ അവിടെ ഒരു ചെറിയ പ്രശ്നത്തെ നമുക്ക് കാണുവാനായി But here കഴിയും. we see that there is a small problem that they have to face. ബർന്നബാസിന് ഒരു ആഗ്രഹമുണ്ട്, ആമേൻ, പൗലോസിന് ഒരു ആഗ്രഹമുണ്ട്. There is a desire that Paul has, and there is another thought that Barnabas has. ബർന്നബാസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജോൺ മാർക്കിനെ കൂടെ മർക്കോസിനെ കൂടെ കൂട്ടി നമ്മളോട് കൂടെ കൊണ്ടുപോകണം എന്നതായിരുന്നു. Barnabas had a decision, or he had a desire to take John Mark with them. നമുക്കറിയാം മർക്കോസ് എന്ന് പറയുന്ന ദൈവദാസൻ ബർന്നബാസിന്റെ ഒരു കസിൻ ആയിരുന്നുവെന്ന് നമുക്കറിയാം. We also know that Barnabas and John Mark, they were cousins. അതുകൊണ്ട് താൻ ആഗ്രഹിച്ചു, ആമേൻ, ഈ സെക്കൻഡ് യാത്രയിലും ആ മാർക്ക് നമ്മളോട് കൂടെ വന്ന് നമ്മെ ഒന്ന് സഹായിപ്പാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. And because of this, he desired that John Mark also will be with them in this journey, to assist them in this നമ്മൾ journey. 13-ാം അധ്യായം പഠിച്ചപ്പോൾ ഈ മാർക്കോസ് ആമേൻ ഇവരോട് കൂടെ ഉണ്ടായിരുന്നു. And in chapter 13 we know that John Mark was with them as an assistant. സെൻഡ് ഔട്ട് വെന്റ് ഔട്ട് എന്ന് പറഞ്ഞ പ്രസംഗിച്ച ആ ഭാഗത്ത് ആമേൻ പൗലോസും ആമേൻ ബർന്നബാസും അവർ യാത്ര ചെയ്യുവാൻ പ്രാർത്ഥിച്ചയച്ചെങ്കിൽ കൂടെ പോയ വ്യക്തിയായിരുന്നു ആമേൻ ഈ ജോൺ മാർക്ക് എന്ന് പറയുന്ന വ്യക്തി. And in chapter 13, when we learned about sent out and went out for the Lord, we see that when Paul and Barnabas were prayed and laid hands on, and when they went for the journey, John Mark also അവരുടെ went with കൂടെ them. യാത്ര ചെയ്ത് വന്നിരുന്ന ആമേൻ ജോൺ മാർക്ക് ആമേൻ അല്പം കഴിഞ്ഞ് പെർഗയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ താൻ അവരെ വിട്ടു മടങ്ങി യെരൂശലേമിലേക്ക് പോകുവാനായിട്ടിടയായി. We also see that when John Mark continues the journey, and when he reaches the place Perga, he goes back to Jerusalem. ഒന്നാം മിഷണറി യാത്രയുടെ പകുതിക്ക് വെച്ച് തന്നെ താൻ ഇട്ടിട്ട് പോയി. Now we understand
understand that by the half journey he left them. ഇത് റീസൺ എന്താണെന്ന് നമുക്ക് ഇതുവരെയും അറിയത്തില്ല. And we do not know the reason for it. പക്ഷേ ആ രണ്ടാം മിഷണറി യാത്രയിൽ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകുവാൻ ആമേൻ ബർന്നബാസ് ആഗ്രഹിച്ചപ്പോൾ പൗലോസ് അതിനെ തടയുകയാണ്. And now we see that Barnabas is determined to take John Mark with them for this journey, but we see that Paul does not agree to it. ആമേൻ മർക്കോസിനെ കൂടെ കൊണ്ടുപോകുവാൻ അനുവദിക്കുന്നില്ല. Paul does not want John Mark to be with them for this 37 journey. വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുകയാണ്. And in verses 37 we see Paul say, പൗലോസോ പറയുന്നു, പംഫുല്യയിൽ നിന്ന് നമ്മളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. in verses 38 we see that Paul insisted that they should not take with them the one who departed from them in Pamphylia. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണ്. And here we see that there is a difference of opinion. പൗലോസ് പഴയ കാര്യം മറക്കാതെ തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണ്. Paul does not forget what happened in the past, and he gives he tells that he does not want John Mark to be there with him. എന്നാൽ 38 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉഗ്രവാദമുണ്ടായി എന്ന് നമുക്കവിടെ കാണുവാനായി And in കഴിയും. verses 39 we see that there is a great contention. ആമേൻ, ഈ ഉഗ്രവാദം എന്ന് പറയുന്ന ഒരു ചെറിയ വാദമല്ല. And when we say that it is a great contention or a sharp contention, it is not a small dispute. ആമേൻ, ഇതൊരു വലിയ വാഗ്വാദമായി മാറുകയാണ്. And now this becomes a quarrel. അതിന്റെ പരിണിത ഫലം എന്തെന്ന് ചോദിച്ചാൽ അവർ വേർപിരിയേണ്ടതായിട്ട് പോലും വന്നു. And the result of this contention is that they have to part their ways. ഒരു ടീമായി അതിന്റെ സക്സസ് ലെവലിലേക്ക് അവർ ഒരുമിച്ച് വരുമ്പോൾ ഈ പ്രശ്നം അവരിലേക്ക് കയറി വരികയാണ്. And even though till now they were a team and they were able to see the success in the first journey, now we see that they depart their ways. ചില ഡിസഗ്രിമെന്റ്സ് വന്നു കഴിയുമ്പോൾ ആ ടീം വേർപിരിയുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. And when there are certain disagreements that come within a team, we see that the team will part ways. ദൈവസഭയ്ക്കകത്ത് കഴിഞ്ഞ നാളുകളായി കണ്ടുവരുന്ന ഒരു വലിയ പ്രവണതയാണിത്. And this is something that we see in the church of God. ആമേൻ, വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. And this brings great source of sorrow. ആമേൻ, ഇതിനെ എങ്ങനെ തരണം ചെയ്യുവാനായി കഴിയും? How can we overcome these kind of disagreements? ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡിസഗ്രിമെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. In certain times we might face certain disagreements in our life. എന്താണ് നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത്? And what is the solution for these disagreements? ആർക്കാണ് അതിന്റെ പരിഹാരം കണ്ടെത്താൻ Who കഴിയുന്നത്? can find a solution for these disagreements? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? Why does this happen? അത് എന്തുവരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും എന്നെങ്ങനെ മനസ്സിലാകും? To what extent can we take it to, and how do we know that? Praise the Lord. Amen. ഒരു സോൾവ് ചെയ്യാൻ തക്കതായ ഒരു പരിഹാരം അവിടെ ഇല്ലേ? And isn't there a solution for these problems? Praise the Lord. ന്യായമായും നമ്മൾ കണ്ടെത്തുന്നത് ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. And it would be a fair thing to say that we will try to bring a mutual agreement to these നാം disagreements. പറയുന്നത് കർത്താവിന്റെ നാമത്തിന്റെ മഹിത്മയ്ക്ക് വേണ്ടി ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് നമ്മൾ കൊണ്ടുവരിക. We would say that for the name of the Lord to be glorified, we would bring a mutual ഈ agreement. ഡിസഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് മാത്രമല്ല. And this disagreement is not just in the church alone. ദൈവസഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. And do not think that is only in the church of God. ഇത് എവിടെയും ഏത് പ്രസ്ഥാനത്തിലും ഏത് ഓർഗനൈസേഷനിലും ഇല്ല, കുടുംബങ്ങളിൽ വരെ കണ്ടെത്താൻ നമുക്ക് കഴിയും. And this is there not just in churches or in denominations that we see, but this can also be there in our families. പലപ്പോഴും ഈ ഡിസഗ്രിമെന്റിന്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റും? And during these disagreements, how can we stop it? ഇതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ അപകടത്തിലേക്ക് പോകാൻ And സാധ്യതയുണ്ട്. if this crosses a certain limit, this will lead to danger. അതിനു മുമ്പ് ഇത് സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. And before that, we have to solve these. പക്ഷേ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ സോൾവ് ചെയ്യുവാൻ ആരെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. But when we see this particular contention that is happening here, we see that there is no one to solve this matter. വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവർക്കത് സോൾവ് ചെയ്യാൻ കഴിയാതെ അവർ ആമേൻ വേർപിരിഞ്ഞു എന്ന് കാണും. The word of the Lord says that they were not able to solve this contention between them, and because of that they had to part ways. പക്ഷെ ഒരു കാര്യം ഓർത്തോണം. But one thing we have to remember. ഇവർ വേർപിരിഞ്ഞു എന്നെഴുതിയിരിക്കുന്നത് അവർ തമ്മിൽ വേർപിരിഞ്ഞ ശേഷം വാശിയോ വൈരാഗ്യമോ വെക്കാതെ അന്യോന്യം മറ്റൊരാളെ കുറിച്ച് ദൂഷണം പറഞ്ഞു വരുത്തുകയോ
ആ നിലവാരത്തിൽ താഴ്ത്തിക്കളയൊന്നും ചെയ്യാതെ ദൈവവചനത്തിൽ അവരൂന്നി സ്നേഹത്തിൽ മുൻപോട്ട് പോകുന്നതായി കാണാൻ But കഴിയും. one thing that we have to notice is that even though they parted ways, they did not have any grievance between each other, or they did not hold any kind of jealous between each other, but they continued the work of the Lord wherever they went. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ തന്നെ അവർ നിൽപ്പാനിടയായി. And now we see that they stand with a mutual respect. ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are in the church, നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകാം. പക്ഷേ ഒരുവനെ എന്നെ പോലെ കാണുവാൻ, എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കാണുവാൻ നമ്മെ ഈ തിരുവചനം പഠിപ്പിക്കുന്നു. wherever we are, whether it is in our church or in our families, there would be disagreements. But one thing that we have to understand from this verse is that we have to consider the next person or the other person superior than us. തിരുവചനം ഇങ്ങനെ പറയുന്നു, The word of the Lord says, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? if you do not love your brother who you can see, how will you love your God whom you have not ജീവിതത്തിന്റെ എല്ലാ seen yet? മേഖലകളിലും കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളും ആമേൻ നമ്മളോട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ജീവിതത്തിന്റെ മുമ്പിലുണ്ടെങ്കിലും ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അത് ഒരുവനെ താഴ്ത്തിക്കെട്ടാനോ ഒരുവനെ മാറ്റി നിർത്താനോ അല്ല, അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് അത് അനുഗ്രഹമാകത്തക്ക രീതിയിൽ ആമേൻ ദൂഷണമൊന്നുമില്ലാതെ അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അത് മുഖാന്തരമായി തീരണം. And whatever contentions that we have or disagreements we have, the word of the Lord tells us that we should not hold grievances or grudge against the other person, rather uphold the other person so that we both can do the ministry of the Lord together. ബർന്നബാസ് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. And Barnabas went to Cyprus. ഒരു കാര്യം നമുക്കിവിടെ ചിന്തിപ്പാൻ കഴിയും. There is one thing that we can think about here. 39-40 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്ന പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സിറിയ കിലിക്കിയ ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. And in verses 40 and 41 we see that but Paul chose Silas and departed, being commended by the brethren to the grace of God, and he went to Syria and Cilicia, strengthening the churches. ഈ വിഷയത്തെ ആഴമായി ഒന്ന് പഠിച്ചാൽ When we study this in depth, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. we understand one thing. ചില സമയങ്ങളിൽ രണ്ടുപേർ തമ്മിൽ ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ Sometimes when there is a disagreement between two people, രണ്ടുപേരുടെയും ആശയങ്ങൾ ശരിയാണ്. maybe the concept of both the peoples are ഇവിടെ right. ബർന്നബാസ് പറഞ്ഞത് തെറ്റല്ല, What Barnabas says is not wrong, പൗലോസ് പറഞ്ഞതും തെറ്റല്ല. and what Paul says is also not wrong. പൗലോസ് പറയുന്നു തന്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ തനിക്കുണ്ടായ ഒരു അനുഭവം താൻ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. And now here we see that Paul he reminds them of something that happened in the first missionary നമ്മുടെ journey. കൂടെ വന്ന സഹോദരന് അതന്നെ മിഷണറി യാത്ര പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. And now he reminds them that this person who was with them in the ഈ missionary ഒരു journey was ഭാഗത്ത് not. നിന്ന് ചിന്തിക്കുമ്പോൾ പൗലോസ് പറഞ്ഞത് ശരിയാണ്. And now when we think from that aspect, what Paul says is right. എന്നാൽ ബർന്നബാസ് എന്ന് പറയുന്ന പ്രബോധന പുത്രനായവൻ പറയുന്നു, But when Barnabas, the son of encouragement, speaks, അവൻ ഇവൻ പോലെ നമുക്കൊരവസരം കൂടെ മാർക്കിന് കൊടുത്താൽ ചിലപ്പോൾ അവൻ കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ടു വരും. but what Barnabas says that if we give him one more opportunity, he will stand strong for the അവനെ Lord. നമുക്കൊന്ന് കൂടെ ചേർത്ത് നിർത്തിയാൽ അവൻ ചിലപ്പോൾ വളർന്നു വരുവാനിടയാകും. And if we confine him or if we bring him together, maybe he will grow because of that. ഒരവസരം കൂടെ മാർക്കിന് കൊടുക്കുക എന്നുള്ളതാണ്, വളർത്തുക എന്നുള്ളതാണ് ബർന്നബാസിന്റെ ചിന്ത. അതും തെറ്റല്ല. And the desire that Barnabas has is that he wants to give one more opportunity to John Mark, and we cannot say that is wrong. ബർന്നബാസ് എന്ന് പറയുന്നവൻ ഒരു പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. Barnabas is a people oriented person. ബർന്നബാസിന് മറ്റുള്ളവരെ കൈത്താങ്ങൽ കൊടുക്കുവാൻ അത് ആഗ്രഹമുള്ളവനാണ്. അതുപോലുള്ളവരെ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. And Barnabas is a person who wants to encourage people, and those kind of people are needed in the church of God. അപ്പോസ്തലനായ പൗൽ പറഞ്ഞതും തെറ്റല്ല, താൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. And what Apostle Paul says, that is also not wrong, because it is very right what he കർത്താവ് mentioned. ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ തീഷ്ണതയോടെ
ശക്തിയോടും ശക്തമായും ചെയ്തെടുക്കുക എന്നുള്ള ആഗ്രഹം പൗലോസിനുണ്ട്. And Paul has a desire that he wants to stand stern for the Lord and do the ministry of God with great strength. അതിന് തടസ്സം ആര് ചെയ്താലും എന്ത് ചെയ്താലും തനിക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. And whoever or whatever stands as a hindrance for that, Paul cannot accept it. എന്നാൽ അങ്ങനെയുള്ളവരെയും ദൈവസഭയ്ക്കകത്ത് വേണമെന്ന് ആമേൻ ഇതിനകത്ത് നമുക്ക് ചിന്തിപ്പാൻ And കഴിയുന്നു. from here we understand that those kind of people are also needed in the church of God. Praise the Lord. Amen. ഈ രണ്ടുപേരും പറയുന്ന കറക്റ്റ് ആണ്. And what both these people say and their thoughts are right. എന്നാൽ അവർ രണ്ടുപേരും സംസാരിച്ചതിൽ ഒരു ഡിസഗ്രിമെന്റ് ആയി മാറുകയാണ്. But as they speak, we understand that there is a disagreement between both of them. രണ്ടുപേരും അതിനായി ശക്തമായി വാദിക്കുകയാണ്. And now we see that both of them dispute with each other. Praise the Lord. Amen. ഇവിടെ നാം വിചാരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം നിർത്താം. There is one more thing that we have to remember in this passage. ഈ ഇഷ്യൂ വന്നത് ഒരു വ്യക്തി മർക്കോസ് കാരണമാണ്. മർക്കോസ് കാരണമാണ് ഈ സ്പ്ലിറ്റ് ഇവിടെ ഉണ്ടാകാൻ കാരണം. This issue was brought because of John Mark. ആ ടീം സ്പ്ലിറ്റ് ആകാൻ കാരണം ജോൺ മാർക്കാ. John Mark is the reason for this team to be split. ജോൺ മാർക്ക് ഇതൊന്നും അറിയുന്ന പോലും ഇല്ലായിരിക്കും. Maybe John Mark is not even aware about this. ജോൺ മാർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടാണോ ഇവർ വരുത്തിയേ? Was John Mark the one who requested them for this idea? ഇവിടെ വലിയ ഉഗ്രവാദം ഉണ്ടാക്കിയ വിഷയത്തെക്കുറിച്ച് ജോൺ മാർക്ക് നല്ല സുഖമായി കിടന്നുറങ്ങുക. ജോൺ മാർക്ക് ഇത് അറിയുന്ന പോലും. Maybe John Mark did not know what is happening and he did not know that there is a great contention because of him. ഇതാ ദൈവസഭയുടെ പ്രശ്നം എന്ന് പറയുന്നത്. This is the problem of the church of God. ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ പറയുന്ന വിഷയത്തിന് ഇതൊന്നും വലിയ വിഷയമല്ല. When a disagreement comes, the reason for the disagreement is not a matter. അത് സുഖമായി ഉറങ്ങുകയാ. And that reason is sleeping peacefully. എന്നാൽ ഒരു കാര്യം ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ. But let me remind you one thing, Church of God. കൊലോസ്യ ലേഖനം എടുക്കേണ്ട 4-ാം അധ്യായം 10-ാം വാക്യം, 2 തിമോത്തിയോസ് 4:11, 1 Peter chapter 5 verse 11 ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ പോൾ പറയുന്നു, അപ്പോസ്തലനായ പോൾ തന്നെ പറയുന്നു, പിൽക്കാലത്ത് മർക്കോസ് തൻ്റെ വേലയ്ക്ക് പ്രയോജനമായിരുന്നു എന്ന് കാണുന്നു. And we see that in other verses in the New Testament itself, Paul himself says that this John Mark was used for the ministry of God. ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് തന്നെ മറ്റ് ലേഖനങ്ങളിൽ വിളിച്ചു പറയുന്നു, ഈ ബർന്നബാസ് പറഞ്ഞ ഈ മർക്കോസ് എനിക്ക് വളരെ പ്രയോജനമുള്ളവനായിരുന്നു. And the same Paul who said that I do not need him for this ministry, we see that in the upcoming epistles he himself says that this John Mark was used for the Lord's ministry. 1 പത്രോസിൽ പത്രോസ് പറയുകയാണ്, മർക്കോസ് പത്രോസിനോട് കൂടെ പ്രവർത്തിച്ചു എന്ന്, പിന്നെ മർക്കോസ് സുവിശേഷം എഴുതി എന്നും കാണുവാനായിട്ടിടയായി. We also see that Peter and Mark, they work together, and that is what Mark himself testifies in his book. Praise the Lord. Amen. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, The children of God who are present here today, ഡിസഗ്രിമെന്റ്സ് ഉണ്ടായാലും ആ റീസണെ ദൈവം പൊക്കിയെടുത്ത് ദൈവസഭയ്ക്കകത്തും ദൈവനാമത്തിന്റെ മഹത്വത്തിനും ഉപയോഗിപ്പാനായിട്ടിടയായി തീർന്നു. even if there was a disagreement, the reason for that disagreement, the Lord used that disagreement for the work of God to be established. സ്കോളേഴ്സ് ഇങ്ങനെ പറയുന്നേ, The scholars say, മർക്കോസിന് എവിടെ നിന്ന് കിട്ടി യേശുവിനെ കുറിച്ചും ഇവരെ കുറിച്ചുമുള്ള ഇത്രത്തെ അറിവ്? how did Mark receive this knowledge about Christ? പത്രോസിനോട് കൂടെ നടന്ന കാലഘട്ടത്തിൽ, പത്രോസിനോട് കൂടെ യാത്ര ചെയ്തപ്പോൾ തനിക്ക് കിട്ടിയ അറിവുകളാണ് മർക്കോസ് എഴുതി അവിടെ നമ്മെ കേൾപ്പിപ്പാനായിട്ടിടയായി. And what Mark received, the knowledge about Christ, it is from his journey with Peter. പീറ്ററിൽ നിന്ന് വിശദമായി താൻ അറിഞ്ഞ കാര്യങ്ങൾ മർക്കോസ് ഒരു സുവിശേഷമായി, ഒരു ഗോസ്പലായി നമുക്ക് എഴുതി തരുവാനായി. And all that information that he received when he journeyed with Peter, he took it and he converted that to a gospel for us. മർക്കോസ് ഇങ്ങനെ ഒരാളായി മാറുമെന്ന് അന്ന് പോൾ കണ്ടില്ല, പക്ഷെ ബർന്നബാസ് കണ്ടു. And Paul did not recognize that this man will become such a great person, but Barnabas was able to know that. ബർന്നബാസിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാ, അവനെയും കൂടെ ചേർത്തോ, നാളെ അവനെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ, അല്ല ദൈവവചനത്തിനകത്ത് ഒരു സുവിശേഷം എഴുതി ചേർക്കാൻ
ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇവൻ കൊള്ളാവുന്നവനായി മാറുമെന്ന് ബർന്നബാസിന് ഒരു ദൈവിക ദർശനം പ്രാപിപ്പാനായിട്ടിടയാ. Holy Spirit gave a vision to Barnabas that this man of God, Mark, will later on be used by God for the work of God. ചർച്ച് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്താൽ ചില മാർക്കോസുമാർ ദൈവസഭയ്ക്കകത്ത് ഉണർന്നു വരുവാനുണ്ട്. Church, we have to understand that if we give a second chance, many marks will come from church. പലപ്പോഴും തള്ളിക്കളഞ്ഞവരെ അധപ്പതനത്തിലേക്ക് പോയ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പല പാസ്റ്റർമാരും വേല വിട്ടു പോകുമ്പോൾ പല പാസ്റ്റർമാരുടെ മക്കളും ഇത് വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞിട്ട് ലോകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചേർത്ത് നിർത്താൻ ഒരു ബർന്നബാസ് ഉണ്ടെങ്കിൽ അവൻ മാർക്കോസായി ലോകത്തിന്റെ മുമ്പിൽ ദൈവം അവനെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. And if a second chance is given to these people rather than rejecting them, we can be sure that just like Mark was able to do his ministry, many people will be able to do their own ministries. മാറി പോകേണ്ട ഒരാളെ ഒരു ബർന്നബാസ് ചേർത്ത് പിടിച്ചപ്പോൾ അവൻ ദൈവസഭയ്ക്ക് ഏറ്റവും വലിയവനായി മാറുവാനിടയായി. And this man who would have been astray from them, because Barnabas was able to accept him, he became a servant of God. അവൻ ദൈവസഭയ്ക്ക് ശ്രേഷ്ഠനായി മാറുവാനിടയായി. And he became a privileged person for God. എന്നാൽ ഈ സമയത്ത് പോളിന് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ വരും കാലങ്ങൾ പോൾ തന്നെ പറഞ്ഞു, ഇവൻ എനിക്ക് പ്രയോജനമുള്ളവനാ. And even though then Paul was not able to accept it, later on Paul himself acknowledges the fact that he is of great advantage to me. അപ്പോസ്തലനായ പൗലോസ് തന്റെ കൊലോസ്യ ലേഖനത്തിലും 1 കൊരിന്ത്യർ ലേഖനത്തിലും താൻ ഇങ്ങനെ പറയുന്നു, താൻ പിന്നെ മാർക്കോസിനെയും ബർന്നബാസിനെയും കൂടെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് പോകുന്ന ചരിത്രം. And we see later on in epistles we see that Paul takes Barnabas and John Mark with him for his journeys. വളരെ പോസിറ്റീവായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. This is something that we have to think with great positivity. ഒരു ഡിസഗ്രിമെന്റ് എന്നേക്കുമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് അല്ല കർത്താവിൻ്റെ വേലയ്ക്ക് അത് അനുഗ്രഹമായി തീരുവാനിടയായത്. Disagreements are not forever going to be a split, but that will be a reason for the advantage of the works of God. എന്തായിരുന്നു ഇവർ സ്പ്ലിറ്റ് ആയതിന്റെ എന്താ ഗുണമുണ്ടായേ? What was the advantage of the split that happened between them? ഇങ്ങനൊരു ടീം രണ്ടായി മാറിയതിൽ നിന്ന് എന്താണ് ദൈവഹിതം വെളിപ്പെട്ടത്? And when they split into two, what was the will of God that was revealed? ബർന്നബാസ് ഒരു ആത്മപൂർണനായ നേതാവാണ്. Barnabas was a spirit-filled man. അപ്പോസ്തലനായ പൗലോസും ആത്മപൂർണനായ ഒരു നേതാവാണ്. Even Paul himself was a spirit-filled leader. ഒറ്റ വ്യത്യാസമുള്ള രണ്ടുപേരുടെയും ലീഡർഷിപ്പ് സ്റ്റൈൽ സ്കിൽസിന് അല്പം വ്യത്യാസം. But the only difference that we see is that their leadership styles are different. രണ്ടുപേരും അനുഗ്രഹീതരായ ക്വാളിറ്റി ഉള്ള നേതാക്കന്മാരാണ്. And now we understand that these two people are anointed leaders of God. പക്ഷേ ഈ സ്പ്ലിറ്റിൽ നിന്ന് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? But when this split happens, what do we understand? ഒരു ദൈവഹിതം അതിനകത്ത് വെളിപ്പെടുകയാണ്. There is the will of God that is being revealed through this. നമുക്കറിയാം ഈ ഭാഗത്ത് രണ്ടുപേരും ഉഗ്രവാദമുണ്ടായിട്ട് രണ്ട് ടീമായി തീരുകയാണ്. Now we understand because of the sharp contention, both of them they split into two, and there are two teams that is formed. ബർന്നബാസിനോടുകൂടെ മാർക്കോസും പൗലോസിനോടുകൂടെ ശീലാസുമായി രണ്ട് ടീമായി. And now we see one team with Barnabas and Mark, and the other team is Paul and Silas. എന്താ ഇതിനകത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ചില പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ? What are the certain positive things that we see from the split? ഈ സ്പ്ലിറ്റിൽ രണ്ടുപേരും രണ്ട് ടീമിന് നേതൃത്വം കൊടുക്കുകയാണ്. And now we see that because of the split, there are two teams formed, and both of them give leadership to both the teams. ഇൻഡിവിജ്വലി ഡിഫറൻസസ് ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും കർത്താവിൻ്റെ വേലയിൽ ശക്തിപ്പെട്ടു വരികയാണ്. Even though they had difference in opinions, both of them were strengthened to the work of the Lord. ഇതൊരു വേദശാസ്ത്രപരമായ ഡിഫറൻസ് അല്ല, ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഡിഫറൻസ്. This was not a doctrinal difference, but rather we see this is that it is a personal attitude difference that they have. ദൈവം അവരെ രണ്ടുപേരെയും രണ്ടുപേർക്കും കൊടുത്ത താലന്തും രണ്ടുപേർക്ക് കൊടുത്ത ദർശനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവം അവരെ ആദരിപ്പാനായിട്ട്. And now we see that the Lord honors both of them with the talent and the vision that they have that they receive from God. ആമേൻ. സ്പ്ലിറ്റ് ആയിട്ടും അവർക്ക് ദൈവം
വീണ്ടെടുത്ത ദർശനത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ടിടയായി. And even though they were split, they were able to stand in the vision that the Lord gave them, and they strengthened themselves in the work of the Lord. ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് ഇത് ഒരു നേട്ടത്തിന് കാരണമായി തീരുവാനിടയായി. And now we see that this split, when we think from the church perspective, this becomes an advantage or a blessing to the church. ഒരു ടീമായി കർത്താവിന്റെ വേല ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ രണ്ട് ടീമായി കർത്താവിന്റെ വചനത്തെ സ്പ്രെഡ് ചെയ്യുവാനും സഭകളെ സ്ഥാപിപ്പാനും ദൈവം അവർക്ക് അവസരം കൊടുക്കുവാനായിട്ട്. And now we see that because of the split, they receive an opportunity to spread the gospel to different nations and establish church in a faster pace. ദൈവത്തിന്റെ ഹിതം അതിനകത്ത് വെളിപ്പെട്ടു. And the will of the Lord was revealed through ദൈവം them. അവരെ ശക്തീകരിപ്പാനിടയായി. And the Lord strengthened them. വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്കല്ല, അവർ ആശയത്തിലുള്ള വ്യത്യാസം കാരണം അവർ കർത്താവിന്റെ വേലയിലും അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയിലും അവരുടെ ദർശനത്തിലും അവർ ഉറപ്പോടെ നിൽപ്പാനിടയായി. And they did not hold on to their personal grievances, rather they would want to do their own ministry that the Lord had ordained them to do wherever നിങ്ങളൊരു they are. ചോദ്യം എന്നോട് ചോദിച്ചേക്കാം. Maybe you can ask me a question. ഇങ്ങനൊക്കെ സംഭവിക്കണമെന്നാണോ ദൈവദാസന്മാരെ പറയുന്നേ? So does it mean that this should happen within us? ഇങ്ങനെ സംഭവിപ്പാൻ നമുക്ക് ആഗ്രഹമില്ല. We don't want this to happen. പക്ഷെ ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ But if this happens to us, അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, there is one thing that we have to understand. ഇങ്ങനൊരു കാര്യം സംഭവിച്ചാൽ, If something like this happens, ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഇങ്ങനൊരു ഡിസഗ്രിമെന്റ് നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ, if such a disagreement comes within us ourselves, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. there is one thing that we have to remember. പോലും ബർന്നബാസും നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക, There is an example that Paul and Barnabas gives us. അത് വ്യക്തിപരമായ വാശിയിലേക്കും വൈരാഗ്യത്തിലേക്കും പോകാതെ അതിനെ പോസിറ്റീവായി കാണാൻ നമുക്കിടയായി തീരണം. Rather than taking it to personal grievances, we should take that as an advantage for the work of God. എങ്ങനെ അതിലൂടെ എനിക്ക് ദൈവം തന്ന ദർശനം പൂർത്തീകരിപ്പാനിടയായി തീരുമെന്ന് കാണണം. And next is that we have to think how we can continue the work of the Lord through the vision that God has given us through these situations. അങ്ങനെ നാം ചിന്തിക്കാൻ തയ്യാറായാൽ, And if we are able to think in that aspect, ഈ മിഷണറി യാത്രയിൽ ഒന്നിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നാലും നമുക്ക് ഒരു പ്രയാസം കൂടാതെ ഒന്നിപ്പാനും കഴിയും. and if there is a chance that we will be united again in this ministry journey, we will be able to do that without any contention. ഇവിടുന്ന് സ്പ്ലിറ്റായി നിങ്ങളൊരു വേറെ സ്വർഗത്തിലേക്ക് ഞാൻ വേറൊരു സ്വർഗത്തിലേക്കും പോകുമെന്ന് പറയാൻ നമുക്ക് We കഴിയത്തില്ല. cannot say that we will go to different heavens after a split. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒരേ സ്വർഗത്തിൽ പോകേണ്ടവരാ. And even after this contention, we have to go to the same നാം heaven. ഒരേ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാ. And we all have to stand in front of the same നാം God. ഒരേ കർത്താവിനെ ആരാധിക്കേണ്ടവരാ. And we have to worship the same God together. ഒരു സെപ്പറേഷൻ അവിടെ നമുക്കില്ല. And there we do not have any separation. പക്ഷേ അതിനു മുമ്പ് But before that, ആമേ ഒന്നിക്കേണ്ടി വന്നാൽ, if you have to come together again, മനസ്സ് തുറന്ന് കൈകൊടുപ്പാൻ എത്ര പേർ തയ്യാറാകും? how many of us will be able to shake hands with good accord? ഒരു മർക്കോസ് തിരിച്ചു വരാൻ അധികം സമയം വേണ്ട. And for a Mark to return back, not much time is ഒരു needed. മർക്കോസിനെ ദൈവം വിടുവിപ്പാൻ അധികം സമയം വേണ്ട. There is not much time needed for a Mark to be delivered. തള്ളിക്കളഞ്ഞവനെ ഉപയോഗിപ്പാൻ അധികം സമയം വേണ്ട. The one who was rejected to be used by God, there is no much time needed. കൊള്ളരുതാത്തവനെന്ന് വിധിച്ചവനെ ഉപയോഗിക്കപ്പെടാൻ അധികം സമയം വേണ്ട. The one who was named worthless can be used by God, and there is no much time needed for it. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവനെ എനിക്ക് വേണമെന്ന് പ്രയോജനമുള്ളവനെന്നും കൂട്ടിച്ചേർപ്പാൻ അധികം സമയം വേണ്ട. And to the one that I say that I reject you, to use that person, God does not need much time. ഹല്ലേലൂയ. Amen. അതുകൊണ്ട് വാശിയും വൈരാഗ്യവും അല്ല ഇതിന്റെ അടിസ്ഥാനം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയായി തീരും. So we have to understand that personal grievances should not be the foundation of this grievances, rather it should be the flourishing of the kingdom of God. അങ്ങനെ രണ്ട് ടീമായി അവർ പുറപ്പെട്ടു. And now we see that their journey as two different teams. ബർന്നബാസും മർക്കോസും കൂടി കുപ്രോസിലേക്ക് പോയി. Barnabas and Mark, they go to Cyprus. പൗലോസും ശീലാസും കൂടി രണ്ടാം മിഷണറി യാത്ര ആരംഭിച്ചു. Paul and Silas, they began their second ministry journey. എഴുത്തുകാരനായ ലൂക്കോസ് തുടർന്ന്
താൻ ഫോക്കസ് ചെയ്തത് മുഴുവൻ പൗലോസിനെയും ശീലാസിനെയായിരുന്നു. But we see this writer Luke, he focuses on Paul and Silas in this book. വേദഭാഗങ്ങളെല്ലാം വായിച്ചാൽ ആമേൻ അവിടെ 15 അധ്യായത്തിൻ്റെ 39 മുതൽ 18 അധ്യായത്തിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 15ൻ്റെ ഈ 39 വേഴ്സ് പൗലോസോ ശീലാസോ യാത്ര തിരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു എന്ന് പറയുന്ന ആ വേഴ്സ് തൊട്ട് 18ൻ്റെ 22 വരെ അവരുടെ സെക്കൻഡ് മിഷണറി യാത്രകൾ കാണുവാനായി കഴിയുന്നു. We see the second missionary journey from Acts chapter 15 verses 39 to 18 verses 22. AD 51 മുതൽ 54 വരെയായിരുന്നു ഈ രണ്ടാം മിഷണറി യാത്ര. And this was from AD 54 to 51. 51 ആമേൻ 3 വർഷം ഇത് നീണ്ടു നിന്നു. And this continued for 3 years. ബാക്കി കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. We will continue this message in the next week if God ഈ willing. യാത്രയും സ്മൂത്ത് ആയിരുന്നില്ല. And this journey also was not a very smooth one. പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളല്ല, It was not personal matters, ഫിസിക്കലായി അവർ ഒത്തിരി ബുദ്ധിമുട്ടലായിട്ട് വന്നു. but we see that they have to face certain physical torments in this journey. രണ്ടുപേരും ജയിലിലായത് നമുക്കറിയാം. We know that both of them were imprisoned. കർത്താവ് അവരെ എവിടെ നിന്ന് വിടുവിച്ചെങ്കിൽ, And if the Lord was able to deliver them, ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയ ദൈവവൈതലേ, to the child of God who is set for the ministry of God, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. the Lord has a plan for you. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന ബോധ്യം നമുക്ക് വേണം. We should have a confidence that the Lord has a plan for our life. എന്നേക്കുമായി ഇവിടെ നിന്ന് പോകാനല്ല, It is not for us to leave this place for good. ഒരിക്കൽ നാം ഒന്നിക്കും. One time we will unite. ദൈവദാസന്മാരോട് ചേർന്ന് നാം ആയിരിക്കും. We will be with the servants of God. കർത്താവിനോട് ചേർന്നായിരിക്കുന്ന ഒരു ദിനം, And there will be a time when we will be together with our Lord. ആ ദൈവത്തിന്റെ സ്നേഹത്തിനും ആ കരുതലിനും ആ സമയത്തിനും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ We തയ്യാറാണ്. have to humble ourselves to that love and the time of that of our Lord. ഒരു നിമിഷം